ന്യൂഡൽഹിയിലെ തൽക്കത്തോറ സ്റ്റേഡിയത്തിൽ നടന്ന ലോക ആർണിസ് ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യ ചാമ്പ്യന്മാരായി. 73 സ്വർണം ഉൾപ്പെടെ 281 മെഡലുകൾ നേടിയാണ് ഇന്ത്യ ചാമ്പ്യൻഷിപ്പ് നേടിയത്. ചാമ്പ്യൻഷിപ്പിൽ കേരളം 4 സ്വർണവും 2 വെള്ളിയും ഉൾപ്പെടെ 12 മെഡലുകൾ നേടി. മികച്ച പ്രകടനമാണ് കേരള സംഘം കാഴ്ചവെച്ചതെന്ന് കേരള ആർണിസ് അസോസിയേഷൻ ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. ആർണിസിൻ്റെ പ്രഭാവസ്ഥാനത്തിലെ ഉത്ഭവം എന്ന് പറയുന്നത് ഫിലിപ്പൈൻസാണ്. ഫിലിപ്പൈൻസിലെ 15-ാം നൂറ്റാണ്ട് വരെ ജീവിച്ചിരുന്ന ആ കാലഘട്ടങ്ങളിലെ ആൾക്കാർ സ്വയം ആത്മരക്ഷാർത്ഥം ഉപയോഗിച്ചിരുന്നൊരു ആയോധന കലയാണ് ആർണിസ് എന്ന് പറയുന്നത്. ആർണിസിനെ അത് ഇപ്പോൾ 19-ാം നൂറ്റാണ്ട് 20-ാം സ്പെയിനിൻ്റെ സ്പാനിഷ് കോളനിയാക്കി ഇത് പിന്നീട് മാറിയിരുന്നു. ആ കോളനിയാക്കി മാറ്റിയപ്പോൾ സംഭവിച്ച ഈ ആർണിഷ് എന്ന് പറയുന്ന ആ ഒരു കലാരൂപം അല്ലെങ്കിൽ ആയോധന കലയെ അവരെ ബാൻ ചെയ്തു, നിർത്തലാക്കി. അതിനുശേഷം ഫിലിപ്പൈൻസ് സ്വാതന്ത്ര്യം നേടിയതിന് ശേഷം ഗ്രാജുവലായിട്ട് കാലക്രമേണ അത് വീണ്ടും പൂർവ്വസ്ഥിതിയിലേക്ക് പ്രാപിക്കുകയും 2000 ആണ്ടോടുകൂടി അതൊരു സ്പോർട്ട് ഐറ്റമായിട്ട്, ഫിലിപ്പൈൻസിലെ ഔദ്യോഗിക സ്പോർട്ട് ഐറ്റമായിട്ട്, കായിക ഇവൻ്റായിട്ട് മാറി. ഇപ്പോൾ അത് ദക്ഷിണേഷ്യൻ രാജ്യങ്ങളിലെ സ്പോർട്ട് ഐറ്റത്തിലെ ഒരു മത്സര ഇനമാണ് ആർണിസ്. ഇന്ത്യക്കാണ് ഇതിൻ്റെ ചാമ്പ്യൻഷിപ്പ്. 18ാമത് ലോക ചാമ്പ്യൻഷിപ്പ് മത്സരം ഇന്ത്യക്ക് 280-ൽ പരം 281 മെഡൽ നേടി ഇന്ത്യയാണ് ലോക ചാമ്പ്യന്മാരായിരിക്കുന്നത്. അതിനോടൊപ്പം ചൈനയും അമേരിക്കയും ജർമ്മനിയും പോലുള്ള രാജ്യങ്ങളൊക്കെ മത്സരിച്ചതാണ്. അപ്പോൾ എന്നാൽ നമ്മുടെ പൊസിഷൻ നമ്പർ 1 ആണ്. ഫിലിപ്പീൻസിന്റെ ദേശീയ കായിക വിനോദവും പരമ്പരാഗത ആയോധന കലയുമാണ് ആർണിസ്. ഇസ്ക്രിമ, കാളി എന്നീ പേരുകളിലും ആർണിസ് അറിയപ്പെടുന്നു. ദക്ഷിണേഷ്യൻ ഗെയിംസിലും മത്സര ഇനമായ ആർണിസിൽ ചൂരൽവടി, കത്തി, ബ്ലേഡ് എന്നിവ ഉപയോഗിച്ചുള്ള ആയോധന മുറകളാണ് പ്രധാനമായും ഉൾപ്പെടുന്നത്. 12 മെഡലുകൾ നേടി. അതായത് പങ്കെടുത്ത 6 പേർക്ക് മെഡലുകൾ കിട്ടി. 3 സ്വർണം വിൻസെൻ്റ് കുരുക്കൾ. പങ്കെടുത്ത 3 ഐറ്റത്തിനും ഗോൾഡാണ് അദ്ദേഹത്തിൻ്റെ സ്റ്റുഡൻ്റാണ് അഭിരാമ. അദ്ദേഹത്തിന് 1 സ്വർണവും 1 വെങ്കലവും കിട്ടി. അപ്പോൾ കോട്ടയം ജില്ലയ്ക്കാണ് കേരളത്തിന് കിട്ടിയിരിക്കുന്ന 4 സ്വർണം കോട്ടയം ജില്ലയിൽ നിന്ന് പോയി വിദ്യാർത്ഥികൾക്കാണ് കിട്ടിയിരിക്കുന്നത്, മത്സരാർത്ഥികൾക്ക്. അപ്പോൾ പിന്നെ മൊത്തം നമുക്ക് 12 മെഡലും കിട്ടി. അപ്പോൾ ഇന്ത്യക്ക് കിട്ടിയിരിക്കുന്ന 281 മെഡലിൽ 4 സ്വർണവും 6 ബ്രോൺസും 2 സിൽവറും നമ്മുടെ കേരളത്തിൻ്റെ സംഭാവന. ആദ്യമായിട്ടാണ് നമ്മൾ കേരളത്തിൽ നിന്ന് ഈ മത്സരത്തിൽ പങ്കെടുക്കാൻ അവസരം കിട്ടിയത്. ചാമ്പ്യൻഷിപ്പിന് ശേഷം നാട്ടിലെത്തിയ കേരള ടീം അംഗങ്ങൾക്ക് പാലക്കാട്, കോഴിക്കോട്, കോട്ടയം, കൊല്ലം റെയിൽവേ സ്റ്റേഷനുകളിൽ കേരള ആർണിസ് അസോസിയേഷൻ നേതൃത്വത്തിൽ സ്വീകരണം നൽകി. കോട്ടയം സ്വദേശികളായ കെ വിൻസെന്റ്, അഭിറാം CM, കൊല്ലം സ്വദേശികളായ കൃഷ്ണ S ഗണേഷ്, അനസ് AK, കോഴിക്കോട് സ്വദേശികളായ ഹണി തോമസ്, ആലൻ സുഭാഷ് എന്നിവരാണ് കേരളത്തിനു വേണ്ടി മെഡൽ നേടിയത്. റോബിൻ ഹിലാഗി, ശിവരാമൻ എന്നിവരും ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുത്തു. പാഡഡ് പോയിന്റ്, സിംഗിൾ സ്റ്റിക്ക്, നൈഫ് പോയിന്റ് എന്നീ ഇനങ്ങളിലാണ് കേരള ടീം മത്സരിച്ചതെന്നും ഭാരവാഹികൾ പറഞ്ഞു. വലിയൊരു ഭാഗ്യമായിട്ടാണ് ഞങ്ങളിത് കരുതുന്നത്. ഇത് ആർണിസിനെ നമുക്ക് പരിചയപ്പെടുത്തിയത് ആദ്യമായിട്ട് കൊല്ലം ജില്ലയിൽ ശിവകുമാർ ഗുരുക്കളാണ് നമ്മളോട് ഈ കാര്യങ്ങളൊന്നും പറയുന്നത്, ഇങ്ങനെ ഒരു ഇതുണ്ടെന്നുള്ള രീതിയിൽ. അപ്പോൾ അതേ പറഞ്ഞ രീതിയിൽ നമ്മൾ പോയി, ഞാനും സെക്രട്ടറി സുരേഷ് ഗുരുക്കളും ഇവരൊക്കെ നമ്മുടെ ഈറോഡ് വെച്ചൊരു ക്യാമ്പ് ഉണ്ടായിരുന്നു. ഇതിൻ്റെ സെലക്ഷൻ ക്യാമ്പും പിന്നെ ഇതിൻ്റെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ വേണ്ടി പോയി. അവിടെ നമുക്ക് സെലക്ഷൻ കിട്ടിയാണ് നമ്മൾ പോയത്. ഒരുപാട് സന്തോഷമുണ്ട് ഞങ്ങൾക്ക് ഈ മെഡൽ കിട്ടിയത്. ജീവിതത്തിൽ ഞാൻ ഒരു 28 വർഷത്തോളം ഈ കളരിയായിട്ടും കിക്ക് ബോക്സിങ്ങും അങ്ങനെ കുറേ കാര്യങ്ങൾ ചെയ്യുന്നതാണ്. അപ്പോൾ ഇങ്ങനെ ഒരു മെഡൽ നമുക്ക് ആദ്യമായിട്ടാണ് ഇത് കിട്ടുന്നത്. അത് എനിക്ക് കിട്ടിയതിനോടൊപ്പം തന്നെ സന്തോഷം എന്ന് പറഞ്ഞാൽ എൻ്റെ സ്റ്റുഡൻ്റാണ് അഭിരാമ. അപ്പം എനിക്ക് കിട്ടിയ സന്തോഷം അവന് ഒരു മെഡലും 2 മെഡൽ കിട്ടിയതിനും ഒരുപാട് സന്തോഷമുണ്ട്. വാർത്താ സമ്മേളനത്തിൽ കേരള ആർണിസ് അസോസിയേഷൻ പ്രസിഡന്റ് വിൻസെന്റ് K, വൈസ് പ്രസിഡന്റ് റാണി, സെക്രട്ടറി VS സുരേഷ്, ജോയിന്റ് സെക്രട്ടറി ദീപേഷ് KR, ഖജാൻജി കൃഷ്ണപ്രസാദ്, രക്ഷാധികാരി അഡ്വക്കേറ്റ് G ശ്രീകുമാർ എന്നിവർ പങ്കെടുത്തു.